സാറേ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല. അതായത് 2004 43 സീറ്റ് CPM ഉണ്ടായിരുന്നു. ഇത്തവണ 4 സീറ്റിലാണ് അവർ ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളീ പറയുന്ന പോലെ കനൽ ഒരു തരി എന്നൊക്കെ പറയത്തില്ലേ, അത് എന്ന് വരെ ആ കനൽ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അതായത് CPMൻ്റെ ലോകസഭയിലെ പ്രകടനം 2024 പ്രകടനം ഒറ്റപ്പെട്ടതല്ല, 2019 തുടർച്ചയാണ്. അത് അതിലെ അവസാനത്തെ കനലും ഏതാണ്ട് അണയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കേരള രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും അഖിലേന്ത്യാ തലത്തിലും ഇടതുപക്ഷത്തിൻ്റെ റോൾ മാത്രമല്ല, ഇടതുപക്ഷം തന്നെ സ്വയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പകരം അത് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ പ്രസക്തി ഇന്ത്യ അലയൻസിനാണ്, ഇടതുപക്ഷത്തിനല്ല. 2004 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി 63 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർലമെന്റിലെ ഇടതുപക്ഷ മുന്നണിയായിരുന്നു കിങ് മേക്കറുടെ റോൾ വഹിച്ചത്. പ്രത്യേകിച്ച് ഏത് പ്രശ്നത്തിന്റെയും എല്ലാത്തിനും. മാത്രമല്ല CPMന്റെ സ്പീക്കർ സോമനാഥ് ചാറ്റർജി സ്പീക്കറായി അവരോധിക്കുന്നു. ഇന്ദ്രജിത് ഗുപ്ത അത് അതിന് മുമ്പാണ്. അപ്പോൾ അതിന് ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നു എന്നൊരു തോന്നൽ, അതനുസരിച്ചിട്ടുള്ള ചർച്ചകളും നറേറ്റീവ്സും ഒക്കെ ആ കാലഘട്ടത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും, അതായത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയം ഇടതുപക്ഷത്താൽ നിയന്ത്രിക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ ആനയാണെങ്കിൽ ആനയെ കൊണ്ടുനടക്കുന്ന ആളിന് റോളുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് കിട്ടി. അപ്പോൾ UPA സംവിധാനം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു UPA ആണെന്നുള്ള കാഴ്ചപ്പാടിലാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയത്. പക്ഷെ അതിൽ നിന്ന് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ അതിനുശേഷം നടന്ന 5 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അതിൽ നിന്ന് 2009 വരുമ്പോഴത്തേക്കും CPMന് 16 സീറ്റായിട്ട് കുറഞ്ഞു. പെട്ടെന്ന് ഒരു തകർച്ചയുണ്ടാകും. അപ്പോൾ 2014 ഈ 16 നിന്ന് അത് 9 ആയിട്ട് കുറയുന്നു. 2019 ആകുമ്പോഴത്തേക്കും അത് 3 സീറ്റായിട്ട് കുറയുന്നു. 2024 4 സീറ്റായിട്ട് 1 സീറ്റ് കൂടിയെന്ന് പറയാം. പക്ഷേ ഇതിൽ അവരുടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ തകർച്ചയാണ് വളരെ ദയനീയമായി നമ്മൾ ഒരവസ്ഥയുള്ളത്. കാരണം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് 4 സീറ്റ് ലഭിച്ചു എന്ന് പറയുന്നത് 3 സീറ്റ് കോൺഗ്രസ് അലയൻസിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഫോട്ടോ വെച്ചുകൊണ്ട് തിരഞ്ഞെടുത്തതാണ് 3 സീറ്റുകൾ. തമിഴ്നാട്ടിൽ 2ഉം രാജസ്ഥാനിലൊന്നും. കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ മുന്നണിയുടെ ബാനറിൽ, ഞാനതിനെ കുറച്ച് കാണുന്നതല്ല, നമ്മുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ മുന്നണിയുടെ സ്വഭാവത്തിലല്ല തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും CPMന് സീറ്റ് ലഭിച്ചത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1 സീറ്റിൻ്റെ കുറഞ്ഞത് തന്നെ പാർട്ടി അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളുടെ സങ്കല്പത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി മലയാളിയുടെ സങ്കല്പത്തിലെ ഇടതുപക്ഷ സങ്കല്പവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവർ പറയുന്ന സത്യാനന്തര കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കനൽ, അതിന് ഒരുപാട് വില കൊടുത്തത് അതുകൊണ്ടാണ്. കാരണം ഇത് നാളെ ഈ കനൽ വലിയ തീയായിട്ട് വരാം എന്നൊരു പ്രതീക്ഷയായിരുന്നു 2019 നിങ്ങളും ഒക്കെ വെച്ച് പുലർത്തിയത്. പക്ഷേ അത് 24 വന്നപ്പോഴത്തേക്കും ആ കനലിന് ഉയരാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ ആ തരത്തിലൊരു പാർട്ടിയുടെ ശക്തി എന്ന് ഞാൻ പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് ലഭിച്ചത് പാർട്ടിയുടെ ശക്തിയിലെ കാൻഡിഡേറ്റിൻ്റെ വ്യക്തിപ്രഭാവവും മറ്റു പല ഘടകങ്ങളുമൊക്കെ വന്നതുകൊണ്ട് 1 സീറ്റ് ലഭിച്ചെന്നുള്ള പൊളിറ്റിക്കലി അതൊരു വലിയൊരു വിക്ടറി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു ഐഡൻറ്റിറ്റിയുടെ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ പെട്ടത് അല്ല. അത് ശക്തി കേന്ദ്രം അല്ലെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാളും ശക്തി കേന്ദ്രങ്ങളും മറ്റു പല കോൺഫിഡൻ്റ് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആറ്റിങ്ങൽ മുതൽ തെക്കാറ്റിങ്ങൽ മുതൽ കണ്ണൂർ വരെ നീണ്ടു കിടക്കുന്ന പല മണ്ഡലങ്ങളിലും അവർക്ക് പക്ഷേ ഇതിലങ്ങനെയല്ല. പക്ഷേ ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തകർച്ചയെന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ തകർച്ചയാണ്. അതിനിടയ്ക്ക് ഒരു ചോദ്യം ചെയ്യുക, ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ നീക്കമുണ്ടായിരുന്നത് CPM അന്ന്
വോട്ടിനിട്ട് CPM തന്നെ അതില്ലാതാക്കി. ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഈ തകർച്ച ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം UPA സംവിധാനത്തിലൂടെ ഒരു പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് കോൺഗ്രസ് പിന്തുണച്ച BJP ഇതര ഗവൺമെൻറ് അല്ലെങ്കിൽ RSS BJP ഇതര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആദ്യം ചരൺ സിംഗിനെയാണ് അവർ പാർലമെൻറ്റ് പോലും കാണിക്കാതെ ചരൺ സിംഗിൻ്റെ പിന്തുണ പിൻവലിച്ചു. പിന്നീട് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു. ചന്ദ്രശേഖരൻ ഒരു വർഷം അദ്ദേഹത്തിനെ പിൻവലിച്ചു. ഗൗഡയെ ഒരു വർഷമാകുന്നതിന് മുമ്പ് അവർ പിൻവലിച്ചു. ഗുജറാളിനെയും പിൻവലിച്ചു. ഒരുപക്ഷെ ഈ ജ്യോതി ബാസു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും ഒരു ഗൗഡയോ ഗുജറാളോ അല്ലാതെ ജ്യോതി ബാസിന് വലിയ സംഭാവനയൊന്നും ചെയ്യാൻ കഴിയുമെന്ന്. എന്നാലും അവർക്ക് CPM-ന് പറയാമായിരുന്നല്ലോ പ്രധാനമന്ത്രി ഉണ്ടായില്ല. പ്രധാനമന്ത്രി ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഐക്യ ഗുജറാൾ ഉണ്ടായിട്ട് ജനതാദളിന് എന്ത് നേട്ടമാണ് പഞ്ചാബിലുണ്ടായത്? ഇപ്പം ദേവഗൗഡയുടെ പാർട്ടിക്ക് ഇപ്പോൾ എത്ര സീറ്റാണുള്ളത്? അപ്പം അതുകൊണ്ട് പ്രധാനമന്ത്രി ആയതുകൊണ്ടൊരു പാർട്ടിക്ക് അങ്ങനെ ഒരു നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല പ്രധാനമന്ത്രി നിങ്ങളുടെ ശക്തിയിലല്ലല്ലോ നിങ്ങൾ പ്രധാനമന്ത്രിയാകുന്നത്. നിങ്ങളൊരു മുൾക്കിരീടം അണിഞ്ഞിരിക്കുന്ന രാജാവായിട്ട് അവിടെ ഇരിക്കുകയല്ലേ. അപ്പം കോൺഗ്രസ് ഏത് സമയത്തും ഫലം വലിക്കാം. അപ്പം അത് മാത്രമല്ല കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നോക്കിയിട്ട് കോൺഗ്രസ്സിന് ഇവരെ തള്ളി പറയേണ്ടി വരും. അത് മാത്രമല്ല ഇന്നത്തെ കോൺഗ്രസ് അല്ല അന്നത്തെ കോൺഗ്രസ്. അത് ഇന്നും അങ്ങനെ. ഇന്ന് പോലും നമ്മൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം അതായത് മുഖ്യമന്ത്രിക്കെതിരായ പറയേണ്ടി വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ യാഥാർത്ഥ്യം വെച്ചിട്ട് അവർ പലപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോലും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പശ്ചിമ ബംഗാളായിരുന്നു അവരുടെ ശക്തി കേന്ദ്രം. 42 മണ്ഡലങ്ങളിൽ ഉള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ആ 42 മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ തളർച്ച നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാലും ലോകസഭയിൽ പശ്ചിമ ബംഗാളിൽ 2009 അവർക്ക് ലഭിച്ച സീറ്റിൽ നിന്ന് അവർ 2019 വരുമ്പോഴത്തേക്കും ഒരു സീറ്റും ഇല്ലാത്ത അവസ്ഥ വന്നു. 2024 ലോകസഭയിൽ ഒരു പ്രതിനിധിയും ഇല്ല. ഇത് ലോകസഭയിലെ പശ്ചിമ ബംഗാളിലെ അവസ്ഥയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭയിൽ CPM എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 2011 തിരഞ്ഞെടുപ്പിലാണ് അവർ തോൽക്കുകയും TMC അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിൽ അന്ന് ഇടതുപക്ഷത്തിന് 40% സീറ്റും 30.08% വോട്ടുമാണ് അന്ന് ലഭിച്ചത് 2011. അപ്പോൾ 2016 ആകുമ്പോഴത്തേക്കും അത് 26 സീറ്റായിട്ട് കുറയുകയും 17.79% വോട്ടായിട്ട് താഴുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2020 കേരളത്തിലെ ഇലക്ഷനോടൊപ്പമാണ് ബംഗാൾ ഇലക്ഷൻ നടക്കുക. 2021 ആകുമ്പോഴത്തേക്കും CPM-ന് അതായത് 34 വർഷം ഒരു സ്റ്റേറ്റ് അടയ്ക്കുവാണ് CPM-ന് നിയമസഭയിൽ ഒരു സീറ്റുമില്ലാത്ത സാഹചര്യമുണ്ടായി. അവരുടെ വോട്ടിംഗ് ശതമാനം 4.73%. അതായത് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകൾ 2019 മുതലുള്ള 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 5% നിൽക്കാനേ പാർട്ടിക്ക് കഴിയുന്നു വോട്ടിംഗ് ശതമാനം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷം അതിൻ്റെ ശക്തി കേന്ദ്രത്തിൽ കേവലം 4% വോട്ടിലോ 5% വോട്ടിലേക്ക് ചുരുങ്ങുകയും അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ജന്മം കൊള്ളുമ്പോൾ 1%, 2% വോട്ടിൽ നിന്നായിരിക്കുമല്ലോ വളരുക. ഇതങ്ങനെയല്ല, ഇത് ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെ തമ്മിലെ വ്യത്യാസം. ഇപ്പം BJP 2 സീറ്റിൽ നിന്ന് 302 സീറ്റായിട്ട് വളർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർഷം 240 സീറ്റായിട്ട് വളർന്നു. 2 സീറ്റ് അത് മുകളിലോട്ടാണ് പോയത്. ഇതങ്ങനെയല്ല. ഇത് നമ്മളിപ്പോൾ ഒരു 5 തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 10 തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. താഴോട്ട് വരികയും പാർട്ടിയുടെ ശക്തി പൂർണ്ണമായിട്ടും ക്ഷയിക്കുകയും ചെയ്തു. അപ്പം കോൺഗ്രസുമായിട്ടുള്ള അലയൻസിലാണ് ഇത്തവണ ലോക്സഭയിൽ CPM അവിടെ മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസ് ഒറ്റ സീറ്റിലേക്ക് കഴിഞ്ഞ തവണ 2 സീറ്റിൽ നിന്ന് ഒറ്റ സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. CPM-ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും സീറ്റൊന്നും ലഭിച്ചില്ല. ത്രിപുരയിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ത്രിപുരയിൽ അവരുടെ പക്ഷേ പാർട്ടിക്ക് അടിത്തറയുണ്ടെന്ന് ത്രിപുരയിൽ താരതമ്യം ചെയ്യുമ്പോൾ ത്രിപുരയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2018 അവർക്ക് 16 അസംബ്ലി മണ്ഡലങ്ങൾ കിട്ടി. പക്ഷേ 44% വോട്ട് ലഭിച്ചു. അപ്പോൾ വോട്ട് നോക്കുമ്പോൾ അവർ ആ തരത്തിൽ അവിടെ തകർന്നില്ലായിരുന്നു. BJP ആദ്യം വിജയിക്കും. പക്ഷേ 2023 തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വോട്ടിംഗ് ശതമാനം 24 കുറഞ്ഞു. സീറ്റ് 11 ചുരുങ്ങി. അപ്പം പശ്ചിമ ബംഗാളിൽ നിയമസഭയിൽ ഒരു സീറ്റുമില്ലാത്ത സാഹചര്യമാണ്
ത്രിപുരയിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ അവർക്ക് യാതൊരു സ്കോപ്പും ഇല്ലാത്ത തലത്തിലേക്ക് വന്നു. അപ്പം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവരുടെ അവസ്ഥ അതാണ്. ഇനി പുനർജനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. അല്ലാതെ നമ്മൾ ചരിത്ര യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നേതാക്കളുടെ കയ്യിൽ നിൽക്കുന്നതല്ല. കാരണം ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തു പോയേ പറ്റൂ. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചർച്ചകളെല്ലാം കേരളത്തിലേ നടക്കുന്നുള്ളൂ. ഇതിന് തിരുത്തലുകൾ വേണോ തിരുത്തണ്ടയോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ തിരുത്തുമ്പോഴും രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ ഇത് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു കേരളത്തിൽ മാത്രമായിട്ട് ഇന്ത്യ അലയൻസിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല CPM-ൻ്റെ അവസാനത്തെ കനലും അണയാനാണ് സാധ്യത.